നിങ്ങൾ വിളിക്കും. ആ നോക്കാലോ, നിങ്ങൾ വിളിക്കുന്നാല് ഒരു പ്രശ്നമില്ല. നമ്മളിത് കൊറേ കണ്ടതാ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ വിളിക്കും, നമ്മളിത് കൊറേ കണ്ടത് തന്നെയാ. ആ അന്നൊരു വിഷയമല്ല. ആ അന്നും കുഴപ്പമില്ല. ആ അന്നും കുഴപ്പമില്ല. നിങ്ങളില്ല, ആണുങ്ങളില്ല ഇവിടെ. ഇനി നമ്മള് ചെറിയൊരു റിസ്ക് കണ്ടന്റ് ആണ് എടുക്കാൻ പോണേ. മൈക്ക് കാണില്ലല്ലോ. ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്ന കുറച്ച് റിസ്ക് കണ്ടന്റ് ആണ്. പുള്ളി കുറച്ച് ടെററാന്നാണ് പറഞ്ഞത്. അതിൽ നമുക്ക് നോക്കി നോക്കാം ടെറർ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, വെയിറ്റിംഗ് ആണ് പുള്ളീനാ. ഇവിടുന്ന് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ഓട്ടോ ആയിട്ട് വരും. അപ്പോൾ പുള്ളി വന്നതിന് ശേഷം നൈസായിട്ട് പ്രാങ്ക് ചെയ്യുന്നു, സർപ്രൈസ് കൊടുക്കുന്നു. പരിപാടി കഴിഞ്ഞ് കേക്കും കൂടി ഇവിടെ വെക്കാം. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ വെക്കാം, അത് മനസ്സിലാവും. നല്ല പ്രഷർ അല്ല, അതാ പറഞ്ഞത് കുറച്ച് റിസ്ക് ആണ്. നോക്കി നോക്കാം, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പ്രഷർ ആക്കണോ? ആ തിന്നോ, അതാ അല്ലപ്പ നിങ്ങൾ തന്നെയാ എടുത്തെടുത്തോ അല്ല റെക്കോർഡാക്കി ഓഫ് ആക്കണ്ട. അങ്ങോട്ട് അല്ലപ്പ നിങ്ങളെ ഓർഡർ പറഞ്ഞു, നിങ്ങൾക്ക് തരാം. ജിതിനെന്ന പേര് പറഞ്ഞേ, ഷോപ്പിലേക്ക് വന്ന ഓർഡർ വന്നാ. അല്ലപ്പ നമ്മക്ക് ആളെ തന്ന് ഇവിടെ തരാൻ ഏൽപ്പിച്ച ഈ അഡ്രസ്സ് പറഞ്ഞാ. അതായത് ഇവിടെ പീടിയന്റെ ഇപ്പുറം തന്നെയുള്ള വീടെന്ന് പറഞ്ഞേ. ആ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തരുവാ, വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക. എന്നോട് പറഞ്ഞു ഇത് വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കാന്നാ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇത് ഇവിടെ തരുവാ, ഇത് വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക. ഇതിന്റെ പൈസ എല്ലാം തന്നാ. അല്ല, ജിതിനാണ്. ജിതിനെന്ന് പേര്. അല്ലപ്പ നമ്മളിപ്പോ എന്ത് ചെയ്യാ? ഇതല്ല ഇവിടെ തരാനാ പറഞ്ഞേ. എന്നോട് പറഞ്ഞേ നമ്മളെ ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഇത് ഇവിടെ ഗിഫ്റ്റ് സെറ്റാക്കി, ഒരു ഗിഫ്റ്റ് സെറ്റാക്കിയിട്ട് ഇവിടെ കൊടുക്കാൻ പറഞ്ഞു. 2 റുപ്യ ബില്ല് ഇട്ടത്. ആ സാധനം ഇവിടെ ജിതിന് നിങ്ങൾ ഇവിടെ തരാനാ പറഞ്ഞേ. ഇവിടെ ആർക്കാ തരണ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇവിടുത്തെ വീട്ടിൽ ആളുണ്ടാവും, അവിടെ കൊടുക്കാനാ പറഞ്ഞേ. അല്ല ഇവിടെ അല്ല, അതായത് വാൻശാലന്റെ പേരെന്നാ ആ. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് 2 പീടിയന്റെ തൊട്ടിപ്പുറത്ത് വീടുന്ന പറഞ്ഞേ. ജിതിൻ അല്ല ഇവിടെ തരാൻ തന്നെയാ പറഞ്ഞേ. അല്ല തൊട്ടിപ്പുറത്ത് റോഡ് സൈഡിൽ തന്നെയുള്ള വീട് എന്ന് പറഞ്ഞേ. അടുത്തപ്പുറത്ത് തന്നെ പിടിയൊക്കെ അടുപ്പിച്ചിട്ടുള്ള വീട് എന്ന് പറഞ്ഞേ. ഇപ്പൊ നമ്മളെന്താക്കുക ചെയ്യാ? നമ്മളെന്താക്കുക ചെയ്യാ? ഇപ്പൊ നിങ്ങളിങ്ങനെ പറഞ്ഞ ഞാൻ ചെയ്യാ. അല്ലപ്പോ ഞാൻ ഞമ്മളിവിടെ എത്തിച്ചിട്ട് നമ്മൾ നിങ്ങളുടെ 30 നമ്പർ തന്നിട്ട് ചെയ്യാ. അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. നമ്മളിങ്ങനെ ഇവിടെ തന്നിട്ട് പിന്നെ നമ്മളെന്താക്കുക ചെയ്യാ? അതിപ്പോ നമ്മളെന്താക്കാനാ ഓരോ നമ്മളെടുത്ത് തന്ന് ഇവിടെ ഏൽപ്പിച്ച് നമ്മൾ ഇവിടെ കൊടുക്കാൻ പറഞ്ഞ നമ്മളെന്താക്കാനാ? അല്ല വീട്ടില് പിന്നെ ഇവിടുന്ന് വാങ്ങിക്കാനാ പറഞ്ഞേ. അല്ല നമ്മളിവിടെ പറഞ്ഞു അല്ല മറ്റേ വാൻശാല ഇനി പീടിയന്റെ ഒട്ടിപ്പുറത്തെ വീടുന്ന പറഞ്ഞേ. ഇവിടെ വേറെ ഒട്ടിപ്പുറം വേറെ പീടിയും വീടൊന്നും ഇല്ലല്ലോ, തൊട്ടിപ്പുറത്ത് വീടുന്ന പറഞ്ഞേ. ഇപ്പൊ നമ്മളെന്താക്കാൻ? നിങ്ങളിത് മേടിച്ചതിന്റെ പൈസയും കാണാൻ നമുക്കിത് തിരിച്ചോണ്ട് ഇത് സെറ്റാക്കി. ഇത് ആൾക്ക് പൈസ എല്ലാം കൊടുത്ത് നമ്മൾ സെറ്റാക്കുന്നല്ലേ. നമ്മൾ തന്നിട്ട് നമ്മൾക്ക് നിങ്ങൾ പൈസ അങ്ങനെ പറഞ്ഞേ. അല്ല പക്ഷെ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ നടക്കുക? 2 റുപ്യ. ആ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? പക്ഷെ നിങ്ങൾ പറ, ഇവിടെ ആണുങ്ങൾ വേറെ ആണുങ്ങളൊന്നുമില്ല ഇവിടെ? വേറെ ആരാ? ബോസേ ഓയ് നിങ്ങൾ തന്നേ ഒരു അല്ല ആരാ? അല്ല ഷോപ്പിൽ വന്ന് ഓർഡർ വന്ന അതാ. ഷോപ്പിൽ വന്നിട്ട് ഓർഡർ വന്ന ചേച്ചി. അതായത് ഷോപ്പിൽ വന്ന് ഒരു പറഞ്ഞു ഇവിടെ ഹാമ്പർ ഇനി സാമ്പർ എന്ന് പറയാ, ഇത് ഇവിടെ തരണം എന്ന് പറഞ്ഞു. അഡ്രസ് തന്നിന്. ആ ഇവിടെ തരണം എന്ന് പറഞ്ഞു. ഷോപ്പിൽ നമ്മളെ ഷോപ്പിലുള്ളത് നമ്മളിവിടെ തരാൻ ഏൽപ്പിച്ചു, അതാന്ന് പറഞ്ഞേ.
ഇപ്പൊ നമ്മളെന്താക്കുവാനാ? ഷോപ്പിൽ ഏൽപ്പിക്കണമെങ്കിൽ ഒരാളവിടെ കൊണ്ടു കൊടുക്കണം. ഒരാൾ വന്ന് ഓരോ ഓർഡർ വന്ന് പൈസ കൊടുത്ത് ഓടിക്കാനാ പറഞ്ഞു. അവരെ വിളിച്ചോക്ക്. ഒമ്പര് നമ്പർ തന്നിട്ടില്ല, ഒമ്പര് തരുമ്പോ നമ്പർ തന്നില്ല, അതാണ് പ്രശ്നം. നിങ്ങളൊന്ന് പറഞ്ഞോക്ക്, നമ്മള് പോട്ടെ, നമുക്ക് ഇത് കൊടുത്തിട്ട് നമുക്ക് പോകേണ്ടതാ. അടുത്ത വർക്ക് എടുക്കണം, അതുകൊണ്ടാ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി അങ്ങനെയാ അങ്ങനെ ഇതിപ്പോ നമ്മള് പറഞ്ഞ അങ്ങനെ എന്തൊക്കെ നമ്മളിപ്പോ സാധനം ഞാൻ എന്താക്കാനാ? ഇതിപ്പോ എന്റെ കയ്യിൽ പൈസ കൊടുക്കാനാ? അല്ലപ്പ ഞാൻ ഇത് എന്റെ കയ്യിൽ പൈസ കൊടുക്കാൻ നിങ്ങൾ പറയുന്നത്? അല്ല ഇതന്നെയാ, വീട് തന്നെയാ. കാരണം ആ പീടിയാണ് തൊട്ടി അല്ല ഇവിടെ ആർക്ക് തരണം പറ്റില്ല, ഇവിടെ കൊടുത്താൽ മതി, ഓർക്ക് അറിയാന്ന് പറഞ്ഞേ. ഓർക്ക് അറിയാന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് കൊടുക്കാനാ പറഞ്ഞത്, ഏതോ പെണ്ണുങ്ങൾക്ക് കൊടുക്കാനാ പറഞ്ഞത്. അല്ല അങ്ങനെയല്ല, നമ്മൾ നമ്പർ മേടിക്കൂല. അതായത് ഓർഡർ തരുമ്പോ ഉണ്ടെങ്കിൽ നമ്പർ മേടിക്കൂ. അല്ല അങ്ങനെ അത് നടക്കുവോ? നമ്മൾ അങ്ങനെ നിങ്ങളെ വന്നിട്ട് അങ്ങനെ നടക്കുവോ? അതെങ്ങനെ നടക്കാൻ? നിങ്ങൾ അങ്ങനെ പറയാ? അത് വർത്താനം അത് നമ്മൾ ഇത്രയും ദൂരം എണ്ണ അടിച്ചിട്ട് വന്നിട്ട് അത് ഒഴിവാക്കാന്നല്ല പറഞ്ഞ 15 രൂപ എണ്ണ അടിച്ചിട്ട് നമ്മൾ വരുന്നത്. അതൊന്നും നടക്കുന്ന കേസൊന്നുമല്ല. അതെന്താ എല്ലാം തമാശ, അത് നമ്മൾ വെറുതെ നടക്കുന്ന എല്ലാം തമാശ കളി. അത് നമ്മൾ വെറുതെ ഇതാക്കി നടക്കുന്ന. നമുക്ക് ജീവിക്കേണ്ടിയിട്ടില്ല നമ്മൾ നിൽക്കുന്നേ. എല്ലാ ദിവസം നമ്മൾ എണ്ണ അടിച്ച് തപ്പി പിടിച്ച് ഇങ്ങോളം വന്ന് വണ്ടി എടുത്ത് കാർ എടുത്തിട്ട് ഇങ്ങോളം വരണോ? ഇല്ലത്ര ചിലവുണ്ട്. ഇത് നമ്മളെന്താക്കുവാനാ? ബോസ് ഓർഡർ എടുത്ത് പുള്ളി തന്നിട്ട് ഇവിടെ കൊടുക്കാൻ പറഞ്ഞു. നമ്മളെന്താക്കാനാ? ഓർഡർ തന്നിട്ട് ഓർ പോയില്ലേ, പിന്നെ എന്താക്കാനാ നമ്മള്? അത് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാ? നമ്മളത് അറിയേണ്ട കാര്യമല്ല. നമ്മളോട് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഇവിടെ തരണം, അത്രേ നമുക്കുള്ളൂ. അത് പറഞ്ഞാൽ അങ്ങനെ പറയാ? അതൊന്നും നടക്കുന്നില്ല. നിങ്ങൾ പൈസ എന്തെങ്കിലും ആക്കി നിങ്ങൾ എങ്ങനെ ആക്കിയിട്ട് പൈസ തന്നേക്ക്, അല്ലാണ്ട് എനിക്ക് നടക്കുന്നില്ല. നമ്മൾ ഇത്ര ഇതാക്കിയിട്ട് അതൊന്നും നടക്കൂല. നിങ്ങൾ പൈസ തന്നേ പറ്റും, അല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് എന്താക്കാനാ? ഇത് നമ്മളല്ല, നിങ്ങൾ എനിക്ക് അല്ല നിങ്ങൾ കാണാൻ നോക്കിക്കോ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വിഷയമില്ല. കാരണം എന്നോട് പറഞ്ഞു ഇവിടെ തരാൻ പറഞ്ഞു, ഇവിടെ തന്നു, ഇവിടെ തരണം. നിങ്ങൾ വാങ്ങുന്നില്ല, ഞാൻ എന്താക്കാനാ? നിങ്ങൾ എന്തെങ്കിലും ആക്കിയിട്ട് എനിക്ക് പോകണം, എനിക്ക് പോയിട്ട് വേറെ പണിയില്ല. നിങ്ങൾ തീരുമാനം. ഇത് ഗിഫ്റ്റ് എന്താ ഉള്ളത്? നല്ല ഷർട്ടും അങ്ങനെ എന്തെല്ലാം ആണുള്ളത്. ടീഷർട്ട് ലേഡീസിന് ഇടുന്ന ടീഷർട്ടാണ്. ഒന്ന് ലേഡീസിന് ഇടുന്ന ടീഷർട്ടും സ്പ്രേയും അങ്ങനെ എന്തെല്ലാം വന്നു. പിന്നെ വേറെ എന്തോ ഗിഫ്റ്റ് എന്തെല്ലാം ഉണ്ട്, അതാ പറഞ്ഞേ. ഓർ തന്ന് ആ സാധനങ്ങൾ ഏൽപ്പിച്ച് സെറ്റാക്കി നമ്മൾ കൊണ്ടുവന്ന്. ഇവിടുത്തെ ആർക്കും കൊടുക്കാനായിരിക്കും, എനിക്കറിയില്ല. നിങ്ങളെ ഒന്നും എനിക്കറിയില്ല, അതാണ്ടോ പറയുന്നത്. ജിതിന് തരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു, അവർക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞേ. ജിതിന് തരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ പോയില്ല. ഇപ്പൊ നമ്മളെന്താക്കാൻ? നമ്മൾ അത്രയും ദൂരം വന്നിട്ട് ആരെങ്കിലും ഇവിടെ അറിയായിരിക്കും, അറിയാണ്ടിരിക്കൂല. നമ്മൾ ഇത്ര ഇതാക്കിയിട്ട് വന്നിട്ട് അറിയാണ്ടിരിക്കുന്ന കേസൊന്നുമില്ലല്ലോ. ഇവിടെ ഒരു ആണുങ്ങൾ തൊട്ട് ഓറിൽ ഇങ്ങനെ മിണ്ടാണ്ടെന്ന് ഇതെല്ലാം എന്ത് പരിപാടിയാ? നിങ്ങൾ എന്തെങ്കിലും ആക്ക്, അല്ലാണ്ട് നടക്കൂല. എനിക്ക് പോകണം, പോയിട്ട് പണിയില്ല. നിങ്ങൾ എന്തെങ്കിലും ആക്ക്. നിങ്ങൾ എവിടെ നിന്ന് തീരുമാനമാക്കി എനിക്ക് ഞാൻ എന്താ? എന്നാ നിങ്ങള് ഇങ്ങനെ ഞമ്മക്ക് വരുന്ന വർക്ക് ഇങ്ങനെയാന്ന്. നമുക്ക് ഓൾമോസ്റ്റ് വർക്കെല്ലാം ഇങ്ങനെ തന്നെയാ വരുന്നത്. ഇവിടെ ഓരോ വീട്ടിൽ പോയിട്ട് കൊടുക്കുക, വീഡിയോ എടുക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക, നമ്മളെ പണി കഴിഞ്ഞു. എല്ലാ ദിവസം ഇവിടെ ഒരു ആണുങ്ങൾ വേറെ ആണുങ്ങളില്ല. ഇവിടെ വേറെ ആണുങ്ങളില്ല. ആങ്ങളായിട്ട് എന്നാ പിന്നെ നിങ്ങൾ തന്നേ ബോസേ? അല്ല നിങ്ങൾ തന്നിട്ട് ആയിക്കോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചിരിക്കല്ലേ? നമ്മളെന്താ പൊട്ടന്മാറാ? നിങ്ങൾ ഇങ്ങനെ ചിരിച്ചാൽ എങ്ങനെയാ നടക്കുക? നിങ്ങൾ ചിരിച്ചാൽ എങ്ങനെയാ നടക്കുക? ഷോപ്പിന്ന് വിളി വരുന്ന. ഹലോ, ടീച്ചർ ഞാൻ വിളിക്കാം, ഞാൻ ഒരു വർക്കിലാണ്. അല്ല അപ്പൊ നിങ്ങളിങ്ങനെ ചിരിച്ചാൽ അങ്ങനെ നമ്മളെന്താന്ന് വെറുതെ? അല്ല നിങ്ങൾ നോക്കിക്കോ, സാധനം നോക്കിക്കോ, എന്ത് പൈസ അല്ല നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളാം. എന്നിട്ട് പൈസ ആൾക്കാന്ന് ഇവിടെ ആണുങ്ങളുടെ നിങ്ങളിങ്ങനെ ദൂരം ഇട്ടിക്കല്ല.
നോക്ക് പൊട്ടിക്ക് വെറുതെ ഒന്നും അരിപ്പില്ല. അല്ല നിങ്ങൾ എനിക്ക് ഇവിടെ പെണ്ണുങ്ങളെടുത്ത് ഏൽപ്പിക്കണ പറഞ്ഞേ. വേണ്ട പെണ്ണുങ്ങളെ ഇപ്പൊ ആണുങ്ങളെ വാങ്ങിക്കോളൂ. ആണുങ്ങൾ ആരും കൊണ്ടെങ്കിൽ നോക്ക്. അല്ല പക്ഷെ നിങ്ങളിങ്ങനെ ചിരിക്കില്ല. നമ്മളെന്താ ഇത് നമ്മൾ നിങ്ങളും ജീവിക്കുന്നില്ലേ? ആ പിന്നെന്താന്ന് പ്രശ്നം? നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ? നിങ്ങൾ എന്തെങ്കിലും ആക്കി നിങ്ങൾ പൈസ വന്നിട്ട് നിങ്ങൾ ഇത് ചാടും എന്നാ നിങ്ങൾ ചെയ്തോ. നമ്മളിങ്ങനെ പറഞ്ഞ എങ്ങനെ നടക്കുക? നിങ്ങൾ എന്നാ ചായ്ക്കോ? എന്റെ കൈ പിടിച്ച് വാങ്ങിക്കോ. അല്ലാണ്ട് നമ്മൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു, എത്ര നേരം ഇവരോട് പറയുന്നത്? ഇവിടെ നാട്ടുകാരൊന്നും ഇല്ല, വേറെ ആരും ഒന്നും വരുമൊന്നുമില്ല. ആ നിങ്ങൾ വിളിക്കുക, ആരാ വെച്ചാൽ വരട്ടെ. അല്ലാണ്ട് നമ്മൾ ഇത്ര ഇതാക്കിയിട്ട് ഇതാക്കുകയും ചെയ്തിട്ട് എന്താ? നിങ്ങൾ വിളിക്കുക, ആരാ വെച്ചാൽ വിളിക്ക്, നമുക്കായിട്ട് ഒന്നുമില്ല. അല്ലാണ്ട് നമ്മളെന്താക്കാനാ ഇപ്പൊ? നമ്മള് പൈസ വന്നിട്ട് നമ്മൾ പോകും. അല്ല നിങ്ങളിങ്ങനെ ആക്കിച്ചിരിക്കുന്ന പോലെ ആക്കി എങ്ങനെ നടക്കും? ഇതെന്താ നമ്മളെന്താ പൊട്ടം പറയാം? എന്ത് വെറുതെ വരുന്ന അല്ല നിങ്ങൾ മറ്റേ വർത്താനം പറയില്ല. നമ്മളിത് പണ്ടാര പറഞ്ഞോട്ട് അങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ സാധനം ഏൽപ്പിക്കാൻ പറഞ്ഞു. നമ്മൾ ഏൽപ്പിച്ച് നമ്മളെ പൈസ പറ്റി നമ്മൾ പോകേണ്ട ആൾക്കാരാ. നിങ്ങൾ ഇത്ര നേരം ലേഖാക്കല. എനിക്ക് വേറെ വർക്ക് ഉണ്ട്, ഷോപ്പിൽ നിന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾ പൈസ വന്നിട്ട് പോയി. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ ആക്കി ചിരിക്കുന്ന വർത്താനം പറഞ്ഞ എങ്ങനെ നടക്കുക? അത് വർത്താനം അത് ഇവർക്ക് എന്തിനാ കൊടുക്കുന്നത്? ഞാൻ ഇവർക്ക് എന്തായാലും കൊടുക്കൂല. ഇവരെ നിങ്ങൾ പൈസ തന്നിട്ട് എടുത്തോ. പൈസ അല്ല ഓർക്ക് കൊടുക്കും. നിങ്ങൾ സാധനം മേടിക്കുക, പൈസ ഓരോ സാധനം മേടിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ പൈസ തന്നേ. അത് വർത്താനം ചേച്ചി നിങ്ങൾക്ക് തന്നെ അറിയുന്ന എനക്കോ നിങ്ങൾക്ക് തന്നെ അറിയുന്ന. അല്ലാണ്ട് ഇപ്പൊ ഞാൻ അറിയണ്ടേ? ഇവർക്ക് തന്നെ അറിയുന്ന. കാരണം നിങ്ങൾ പൈസ തന്നിട്ട് സാധനങ്ങൾ അങ്ങ് മേടിച്ചു നിങ്ങൾ എന്നാ ചെയ്ത് ഓർക്ക് കൊടുത്തിട്ട് നിങ്ങളെ ആശയം ഓർ പൊട്ടിച്ച് ഇതാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിത് ഒന്നാക്ക്. നിങ്ങൾ പൈസ നിങ്ങൾ എന്നാ ചാക്കോ? അത് എന്നാ ചായ്ക്കോ. നിങ്ങൾ ആരെയാ വെച്ചാൽ വിളിക്കുക. എനിക്ക് തന്നിട്ട് ഇതാ പോട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങളിത് ഇവിടെ സാധനം ഏൽപ്പിച്ചിട്ട് നിങ്ങളെ ബ്രദർ ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ തരാനാ പറഞ്ഞത്. അതായത് ഈ പന്നിന്നൂർ ജംഗ്ഷനിൽ ആ സ്തൂപുള്ള റോഡ് കയറിയിട്ട് ആ വായനശാലേൻ്റെ അടുത്ത് നേരെ വരാനോ ആടെ ഞാൻ സംശയം കൊണ്ട് ഷോപ്പിലൊന്നും കൂടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞാൽ നേരെ തന്നെ പോകണ്ടേ. എന്നിട്ട് ഈ പീടിയുണ്ട് ഇവിടെ എന്നാ എന്തോ കൂട്ടുന്ന മറ്റേ ഇത് അതിൻ്റെ പീടിയുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറം എന്ന് പറഞ്ഞു അതിൻ്റെ വീടിൻ്റെ പേര് സൗകര്യം. ആ അല്ല നിങ്ങളൊന്നും ഇതാക്കാൻ ഞാൻ പോട്ടെ. നിങ്ങൾ ഇങ്ങനെ തമാശ പറയാൻ അറിയില്ല എനിക്ക്. നിങ്ങളാക്കി അല്ല ഞാൻ പോട്ടെ. ഇവിടെ ആണുകളുടെ ചോറ അവിടെ പറഞ്ഞു. നിങ്ങൾ ഇതാക്കിയിട്ട് എനിക്ക് പൈസ തന്നിട്ട് പോടും. നമുക്ക് ജീവിക്കേണ്ടിട്ടില്ല. നമ്മൾ ഇതാക്കുന്നു. നമ്മളിത് നമുക്ക് അറിഞ്ഞ് പൈസ തരണോ? നിങ്ങൾ കുടുംബത്തിൽ നിങ്ങളെ ഫോണിലായിട്ട് നോക്ക്. നിങ്ങൾ നമ്മളറിയില്ലെങ്കിൽ സ്വകാര്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് നിങ്ങളത് ആയിക്കോ. നിങ്ങൾ വേറെ വിളിച്ചു ചോദിച്ചു. അല്ലേ നമ്മളിപ്പോ എന്താ പറയണ്ടേ? അല്ലേ നിങ്ങളിങ്ങനെ അനങ്ങാണ്ട് എങ്ങനെ ശരിയാ? ഇവിടെ ഒരു ആണുങ്ങൾ ഇവർ ആങ്ങളെയാന്ന് പറഞ്ഞിട്ട് ആന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ സൗകര്യമില്ല. നമുക്ക് പോകാൻ സൗകര്യമില്ല. നിങ്ങൾ അത്ര ആയിരം നിങ്ങൾ വിളിക്കും. നോക്കാലോ. നിങ്ങൾ വിളിക്കുന്നാല് ഒരു പ്രശ്നമില്ല. നമ്മളിത് കുറെ കണ്ടതാ. ഒരു പ്രശ്നമില്ല. നിങ്ങൾ വിളിക്കും. നമ്മളിത് കുറെ കണ്ടത് തന്നെയാ. അന്നൊരു വിഷയമല്ല. അന്നും കുഴപ്പമില്ല. അന്നും കുഴപ്പമില്ല. നിങ്ങളില്ല ആണുങ്ങളില്ല ഇവിടെ. ആന്നും കുഴപ്പമില്ല. ഇത് നമ്മൾ ഇന്ന് നിലം കാണുന്നൊന്നല്ല. ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ കാണുന്നു. നിങ്ങൾ ഭയങ്കര ആണല്ലോ. നിങ്ങളിത് മേടിച്ച് നിങ്ങൾ പൈസ ഞാൻ പോട്ടെ. നിങ്ങൾ പൈസ ഞാൻ പോട്ടെ. അല്ല എന്നാ ഒരു നിങ്ങൾ നിങ്ങളെന്താ എന്നാ ചാക്ക് എന്നിട്ട് പൈസ ഇല്ലാണ്ട് സാധനം മേടിക്കാം. അന്ത് പരിപാടി ഇത് നിങ്ങൾ പ്ലാൻ ആക്കിയിട്ട് നടക്കുന്ന പരിപാടി ഒന്നും നിങ്ങൾ കുടുംബത്തിൽ ഇന്ന് നമ്മളെ പൊട്ടന്മാരാക്കും. നിങ്ങൾ ഇവിടം വരെ വന്നിട്ട് എനിക്ക് അറിയില്ല ഇവിടെ ആണുങ്ങളുണ്ടോ പെണ്ണുങ്ങളുണ്ടോ എന്നാന്ന് എനിക്കറിയില്ല. എന്നോട് ഇവിടെ തരാൻ പറഞ്ഞ് അവിടെ ഒരു ലേഡി ഉണ്ടാവും ഓരോ ഏൽപ്പിക്കാനാ പറഞ്ഞേ. നിങ്ങൾ ഇത്ര ആൾക്കാർ ഇവിടെ വീട്ടിലുള്ള ആൾക്കാരാ? അപ്പൊ ഇവരല്ലോ അങ്ങനാ അങ്ങനാ. നമ്മളെ ഫോട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പരിപാടി നമ്മളോട് ചോദിക്കണം. നമ്മളെ ഫോട്ടോ എടുക്കല. നിങ്ങൾ മല മറിക്കുന്നു. നിങ്ങളങ്ങ് അയച്ചു കൊടുത്തിട്ട് ഇപ്പോ അയച്ച പേടിയൊന്നുമില്ല.
നിങ്ങൾ പൈസ തന്നെ ഇല്ല പൈസ അന്നേരം നിങ്ങൾ ഇതായിക്കോ വാങ്ങൂല നിങ്ങളായിക്കോ തീരുമാനം എടുക്ക് പൈസ തൽക്കാലം ആരെടുത്തെങ്കിൽ ഓരോരുത്തർ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പൈസ തന്നെ പൈസ തന്നെ പൈസ തന്നെ എനിക്ക് ജിതിനെ അറിയാതില്ല ഞാൻ പൈസ തരും നിങ്ങൾ പൈസ നിങ്ങൾ നടക്കുന്ന ഇതല്ല ആന്ത് വർത്താനാന്ന് എന്നാ ഒരു പിടിക്കുകളി ഇതാ ഹാപ്പി ബർത്ത്ഡേ തുറന്നോക്ക് ആരോഗ്യം തന്നെ വിറക്കല്ല നിങ്ങള് വേറെ നോക്കിയാ വേറെ നോക്കിയതാ എനിക്ക് പറയുന്നില്ല കൂളാ ഇതാ റിലാക്സ് ആയി അതിനെ അതുകൊണ്ട് ഞാൻ അധികം ഷൗട്ട് ചെയ്യാൻ നിൽക്കുന്നത് ഈ സംഭവം നമുക്ക് എന്താ അറിയാമോ പിടിക്ക് പൈസ എന്റെ കയ്യിൽ ആരെങ്കിലും തന്നെന്ന് പറ ആരെങ്കിലും തന്നെന്ന് പറ വേറെ ഇത് ആർക്കറിയില്ല ആരെങ്കിലും തന്ന് തരാൻ നിന്നപ്പോ ആൾക്ക് അങ്ങനെ ആരുമില്ല എന്നാലും കണ്ണെല്ലാം കണ്ണ് നിറഞ്ഞി അതാ നോക്ക് കണ്ണ് നിറഞ്ഞിട്ട് അതാ നിങ്ങൾ കണ്ണ് തുറന്നു അതാ കണ്ണ് നിറഞ്ഞിട്ടില്ല ഞാൻ കുളിച്ചിട്ട് പിന്നെ സന്തോഷം കൊണ്ടാ കൊടുത്ത ആരായിരിക്കും തന്നെ അറിയില്ല എന്നാലും ആലോചിച്ച് നോക്ക് ഇതാ കേക്ക് താങ്ക് യു എന്താ പറയാനല്ലേ പറ തന്നാലോടൊന്നും പറയില്ല ഒന്നുമില്ല പറ ഇല്ല 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 ആരായിരിക്കും തന്ന് തന്നാറ് വിറക്ക് നോക്കിയ കൈ നിങ്ങൾ അങ്ങോട്ട് അത് വിട് നിങ്ങൾ പറ തന്നാരെന്ന് പറ ആരായിരിക്കും ആരായിരിക്കും എന്നാലും പറ ആർക്കറിയില്ല എന്നാലും പറ നിങ്ങൾക്ക് ആരാ തരാൻ ആരുമില്ല തരാൻ കുറെ ആളുണ്ട് അത് അങ്ങനെ ആർക്കും പറയാൻ കഴിയില്ലല്ലോ ഇതുവരെ ആരും തന്നില്ല ഇപ്പൊ തന്നെ സന്തോഷമായിനോ ഓ സന്തോഷായി സന്തോഷം സീരിയസ് ആയിട്ട് പറ ഓ സന്തോഷായി സന്തോഷമായി ക്യാമറ നോക്കിയിട്ട് പറ സന്തോഷായി തന്ന ആളോടെന്താ പറയാനല്ലേ താങ്ക് യു താങ്ക് യു ഉള്ളൂ ഇത്രയും വലിയ ഗിഫ്റ്റ് വന്നിട്ട് താങ്ക് യു പറയുള്ളൂ എന്തായാലും കൊടുക്കും പിന്നെ ഗിഫ്റ്റ് കൊടുക്കും അത് കൊടുക്കും ആരായിരിക്കും തന്നെന്ന് പറ അതാർക്കും അറിയില്ല എന്നാലും പറ ആലോചിച്ച് നോക്ക് അറിയില്ല എനിക്ക് ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് ഇല്ല എനിക്ക് അറിയില്ല എന്നാലും ആരായിരിക്കും തരാൻ ആലോചിച്ച് നിങ്ങൾക്ക് ആരല്ല ഉള്ളേ നമുക്ക് കുറേ ഉണ്ട് സിസ്റ്റർമാരുണ്ട് അനിയന്മാരുണ്ട് ഏട്ടന്മാരുണ്ട് എല്ലാവരും ഉണ്ട് സ്വന്തമായിട്ട് ആരല്ല ഉള്ളേ സ്വന്തമായിട്ട് അനിയനുണ്ട് അനിയനും അനിയത്തിയുണ്ട് അനിയനും അനിയത്തിയും ആ പിന്നെ പിന്നെ അറിയില്ല അച്ഛനും അമ്മയും അച്ഛനോ അമ്മയല്ലോ അമ്മയല്ലോ ആ ഓക്കെ അപ്പോൾ ആരായിരിക്കും തന്നിട്ടുണ്ടാവാ ആരാ അറിയില്ല ഗേൾ ഫ്രണ്ട് ഗേൾഫ്രണ്ട് ഇല്ല എന്നാലും ഇല്ല ഇല്ല ഇത് എന്നാലും ആരായിരിക്കും ചങ്ങായിമാർ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടതുണ്ട് കുറേ ഉണ്ട് ബോറായിരിക്കുവാ അത് അറിയില്ല എന്നാലും പറ നിങ്ങള് നിങ്ങൾക്ക് ഉള്ളിന്ന് സന്തോഷം വന്നിനാ ഉള്ളിന്നൊരു സന്തോഷം വന്നിനാ ഉള്ളിന്ന് വന്നിനാ ഇത് കയറി വരുമ്പോ എനിക്ക് തോന്നി ഇത് എനിക്ക് ഫ്രാങ്ക് ആണ് തോന്നി അത് ഞാൻ അധികം റോങ് ആയിട്ട് അല്ല നിങ്ങൾ ഉള്ളിന്ന് വന്നിനാ അത് പറ ആ ഉണ്ട് ഉള്ളിന്ന് വന്നിനാ സന്തോഷം വന്നിനാ അത് വന്നിട്ടില്ലേ നിങ്ങൾ അമ്മയും നിങ്ങള് അനിയനും അനിയത്തിയും വെറും മൂന്നാള് തന്നാ ഓക്കെ ഓക്കെ അത് അമ്മയോട് എന്നാ പറയാനുള്ളത് അമ്മയെ പറ താങ്ക് യു അല്ല ഒന്നാലും പറയണേ അമ്മക്ക് കെട്ടിപ്പിടി ഒരു ഹഗ്ഗം കൊടുക്കണം താങ്ക് യു താങ്ക് യു അമ്മക്കൊരു ഹഗ്ഗം കൊടുക്കണ്ടേ താങ്ക് യു താങ്ക് യു എന്താ പറയല്ലേ നിങ്ങക്ക് സന്തോഷായിന കണ്ണിങ്ങനെ നിറയല്ലേ നിങ്ങള് സന്തോഷായിന ആയിട്ടില്ലേ പോരെ നമ്മള് ചെയ്തൊന്ന് പോരെ പോരെ ഇപ്പൊ നമ്മളെന്നാ കട്ടി നമ്മളെന്നാ പോട്ടെ നമ്മളെ എന്റെ കാണൊന്നും വെള്ളം വരുന്നല്ലോ അല്ല പോട്ടെ നമ്മളെ പരിപാടി അല്ല വേണ്ട പോട്ടെ അല്ല പോട്ടെ അല്ല നമ്മള് പോട്ടെ പോയിട്ട് പണിയുണ്ട് അല്ല പണിയില്ല അതുകൊണ്ടാ ചെറിയ പണിയുണ്ട് അതുകൊണ്ടാ എന്നാ പിന്നെ കേക്ക് മുറി കട്ട് ചെയ്ത് ആ വീഡിയോ എടുത്തു വെള്ളം വരുന്നത് ചെരുപ്പി വിട്ടിട്ട് കയറുന്നതിന് ഇത് മാറ്റണോ നിങ്ങൾ മൈക്കൊന്നും കൈ ശ്രദ്ധിച്ചിട്ടില്ല കണ്ടിന് ഞാൻ കണ്ടിന് അതാ എനിക്കറിയാം എന്റെ ഫ്രണ്ട് അതുകൊണ്ട് ഞാൻ അധികം റോങ് ആയിട്ട് പറയാണ്ടിരുന്നത് അല്ല നിങ്ങളെ കുറിച്ച് ഇന്നലെ നമ്മൾ അന്വേഷിച്ചിന് ഇതൊന്നല്ല എന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മക്ക് കൊടുക്ക് അത് തന്നെ സർപ്രൈസ് ഒന്ന് അമ്മക്ക് കൊടുക്ക് വാ നിക്ക് കൊടുക്ക് ആ കൊടുക്ക് പെങ്ങള്
പക്ഷെ ഞാൻ പിള്ളേരെയാന്ന് പേടിച്ചു. പക്ഷെ പിള്ളേർ പക്കരുന്ന് കേട്ടാ, ചിരിച്ചിട്ടില്ല ഒന്നുമില്ല. പിള്ളേരെ എനിക്ക് ഏറ്റവും പേടി പിള്ളേരേനു. അല്ല പക്ഷെ എന്നാലും ബക്കറ്റ് തിന്നിലേക്ക് മോനെ എന്റെ മോനാണെങ്കിൽ ഇവിടെ ഉണ്ടാകുക ഇവരെ മോനാ. അതാ ഇവിടെ വെച്ചിട്ട് നട്ടോന്ന് പറഞ്ഞ. അല്ല ഇത് ചെക്കൻ ഞാൻ വിചാരിച്ച പോയെ ആ ഞാൻ ഇവിടെ കയറി വരുമ്പോ ഓടിയില്ലേ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വിളിച്ച് കൊളായെന്ന് വിചാരിച്ചാ. തെറ്റായില്ലേ? സന്തോഷായി സർപ്രൈസ് കൊടുത്ത സന്തോഷം. ആ ഇല്ല ഞാൻ പറ റോഷി മാമിന് സർപ്രൈസ് കൊടുത്തതിൽ ഭയങ്കര സന്തോഷം ഉണ്ടെന്ന്. സന്തോഷായി. ഓക്കെ.